അനൂസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായ ഒരു ഫുഡാണ് ബട്ടർ ചിക്കൻ. പ്രത്യേകിച്ചും കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ബട്ടർ ചിക്കൻ. നമ്മൾ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളകും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് നമ്മളൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യുകയാണ്. നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കോൺഫ്ലവർ കൂടി ഇട്ടിട്ട് നമ്മളൊരു 15 മിനിറ്റ് ഒന്ന് വെക്കണം. ഒരു സ്പൂണ് കോൺഫ്ലവർ കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ അങ്ങനെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമ്മൾ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനുവേണ്ടി ചൂടായ കടായിലേക്ക് നമ്മൾ 2 പീസ് അല്ലെ 2 സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ നല്ലതായിട്ട് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ടൊന്ന് കൊടുക്കണം. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ 2 സ്പൂൺ വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മതി. അത് കടായിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു ബേ ലീഫും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഒരു സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്കിടാം. ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉള്ളി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളി അതിലേക്ക് ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾ മതി. അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നൊരു നല്ലൊരു പരുവായിട്ടുണ്ട്. അതിനൊരു മിക്സി ജാറിലേക്ക് എടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം.
കടായി ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ടിട്ട്, ഒരു സ്പൂൺ ബട്ടർ മതി, നന്നായിട്ടൊന്ന് ഉരുകുമ്പോൾ നമ്മൾ ഓൾറെഡി തക്കാളിയും ഉള്ളിയെല്ലാം കൂടെ അരച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ അരപ്പ് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ കുക്കിംഗ് ക്രീമാണ് ചേർക്കാൻ പോകുന്നത്. കുക്കിംഗ് ക്രീം ഇല്ലെങ്കിൽ മിൽക്ക് ചേർത്താലും മതി, പാല് ചേർത്താലും മതി. കുറച്ച് കുക്കിംഗ് ക്രീം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ ബട്ടർ ചിക്കന് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കസൂരി മെത്തി, ഉണക്കി പൊടിച്ച ഉലുവേലയാണ്. ഇത് സാധാരണ ഷോപ്പുകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് കുറച്ച് അതിലേക്ക് ഇട്ടിട്ട് നല്ല മണമൊക്കെ കിട്ടും ഇത് ഇട്ട് കഴിഞ്ഞാൽ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ബട്ടർ ചിക്കൻ അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാരയും ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ബട്ടർ ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. സൈനിങ് ഓഫ് ഫ്രം അനൂസ് കിച്ചൻ. താങ്ക് യു.